2024 റിസൾട്ടുകളൊക്കെ വന്നാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് ഈ പ്രാവശ്യവും നമ്മുടെ ബ്രില്യന്റിലുള്ളത്. അപ്പോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്കോർ വാങ്ങിയിട്ടുള്ള എബിയാണ് ഇന്നിപ്പോ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് എബിയോട് തന്നെ ചോദിച്ചു നോക്കാം, എന്തായിരുന്നു എബിയുടെ നീറ്റിന്റെ സ്കോർ, അതേപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു ഈ 1 ഇയർ നമ്മുടെ എബിയുടെ ബ്രില്യന്റിന്റെ ഒപ്പമുള്ള ഈ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എബിയോട് തന്നെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പൊ എബി എവിടുന്ന് വരുന്നു? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു സ്കോർ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എബി എന്നെ പറഞ്ഞോളൂ, എബിയുടെ സ്കോർ എത്രയായിരുന്നു എന്നുള്ളത്. 710 ആണ് കിട്ടിയിരിക്കുന്നത് വീട്ടില്. ഓക്കെ, 710 ആണ് സ്കോർ ഉള്ളത്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സിലാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. വീട്ടില് ഫാമിലിയും എല്ലാരും ഹാപ്പി ആയിരിക്കാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്രില്യന്റിൽ വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഇല്ലേ, അതായത് കഴിഞ്ഞ വർഷം ബ്രില്യന്റിൽ ആദ്യമായിട്ട് വന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും നല്ലൊരു സ്കോർ ഒക്കെ വാങ്ങി ഇത്രയും നല്ലൊരു റിസൾട്ട് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ആ സമയത്ത് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നാലും എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു വന്നിരുന്നത്. അതെന്തായാലും സാധിച്ചു. ഇവിടെ വന്നിട്ട് സാധിച്ചു. അപ്പോ എന്തുകൊണ്ടാണ് ബ്രില്യന്റ് തന്നെ ചൂസ് ചെയ്യണം എന്ന് തോന്നിയത്? ബ്രില്യന്റ് മെയിൻ റീസൺ കഴിഞ്ഞ വട്ടത്തെ റിസൾട്ട് ആണ്. പിന്നെ ഇവിടെ പഠിച്ച എന്റെ ഒരു കൂട്ടുകാരനും പറഞ്ഞു ഇവിടെ അത്യാവശ്യം നല്ലതാണ്, ഫാക്കൽറ്റി നല്ലതാണ്, ഇവിടെ ചെന്ന എന്തായാലും കിട്ടും എന്ന് അവൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് തന്നെ വന്നു. ഓക്കെ, അപ്പോ എന്തായാലും ഫാമിലിയുടെ ഒരു നല്ല സപ്പോർട്ട് ഇല്ലാതെ മോൻ ഒരിക്കലും ഇത്രയും നല്ലൊരു പൊസിഷനിൽ എത്തില്ല അല്ലെ. അപ്പൊ അവരെത്രത്തോളം മോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫാമിലി, അമ്മയും പപ്പയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ചത് മെയിൻ ആയിട്ട് ചേട്ടനാണ്. ഫിസിക്സ് ഒക്കെ ഫുള്ള് കൺസെപ്റ്റും ബേസിക്സ് അതൊക്കെ ചേട്ടനാണ് പഠിപ്പിച്ചത്. എന്റെ മൂത്ത ചേട്ടൻ. രണ്ടാമത്തെ ചേട്ടനുണ്ട്, ആളും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫാമിലി മൊത്തത്തിൽ സപ്പോർട്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സും പിന്നെ ഇവിടുത്തെ ക്ലാസ് ടീച്ചർ മെറിൻ മിസ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. മൊത്തത്തില് അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ റിപ്പീറ്റേഴ്സ് ബാച്ചിലല്ലേ ഉണ്ടായിരുന്നത്? റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ്. അപ്പൊ ഏത് ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നേ? ഞാൻ ഏഞ്ചലോ ഹോസ്റ്റലായിരുന്നു, ഇവിടെ ഡി ബ്ലോക്കിന് തൊട്ടപ്പുറത്തുള്ളത്. അപ്പൊ എക്സാം ഒക്കെ കുറെ എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ എക്സാം ഒക്കെ എഴുതുമ്പോ എല്ലാ പ്രാവശ്യവും നല്ല സ്കോറുകൾ തന്നെയാണോ ഉണ്ടായിരുന്നത്? ചില സമയത്ത് മാർക്ക് കുറയുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ചില സമയത്ത് അത് മനുഷ്യരാണല്ലോ, നമുക്ക് എപ്പോഴും ചില തെറ്റുകളൊക്കെ പറ്റും. അപ്പൊ എപ്പോഴും നല്ല സ്കോർ കിട്ടിയ ശ്രമിക്കും നമ്മള്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വീണ് പോവാം. പക്ഷെ അപ്പോ നമ്മള് ഈ മാർക്ക് പോയി എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കാണ്ട് അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ച് അതിൽ വീണ്ടും പഴയ പോലെ നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. അതൊരിക്കലും നമ്മൾ ഡൗൺ ആയി പോകരുത് എക്സാമിൽ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം, നമുക്ക് അടുത്തതിൽ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, ചെറുപ്പം തൊട്ട് തന്നെയുള്ള ആഗ്രഹമായിരുന്നോ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് വരണം എന്നുള്ളത്? അതോ ആരെങ്കിലും ഒക്കെ ഇൻസ്പിറേഷൻ വഴിയാണോ വന്നത്? എനിക്ക് ചെറുപ്പം മുതലേ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നില്ല. 10 കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യത്തില് ഇതിനെ കുറിച്ച് ആലോചിക്കണം, എന്നെ എന്തെടുക്കണം എന്ന്. ആ സമയത്ത് എന്റെ ചേട്ടനാണ് എന്നോട് പറഞ്ഞ മെഡിസിൻ തിരഞ്ഞെടുക്കാം, മെഡിസിൻ നല്ല ഓപ്ഷനാണ്. പിന്നെ ആള് പറഞ്ഞ ഞാനും കുറച്ചൊക്കെ നോക്കിയപ്പോ എനിക്കും ഇതിനോടൊരു താല്പര്യം തോന്നി. അപ്പൊ പിന്നെ ഞാൻ ചേർന്നതാണ്. ഓക്കെ, അപ്പോ ഒരു ഡ്രീം കോളേജ് എന്തായാലും മൈൻഡിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതാണ് ആ ഡ്രീം കോളേജ്? ഡ്രീം കോളേജ് എയിംസ് ഡൽഹിയാണ്. അതിപ്പോ എല്ലാം നീറ്റ് ആസ്പിറൻസിനും ഡ്രീം കോളേജ് അത് തന്നെയാണ്, എന്റെയും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആഗ്രഹിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ ഒക്കെ കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് കുറെ എക്സാമുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ എക്സാമുകളൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മളെ ഫൈനൽ നീറ്റ് എക്സാം ഉണ്ട് അല്ലെ. അപ്പൊ ആ എക്സാം നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ബാക്കി നിങ്ങൾ കുറെ എക്സാമുകൾ എഴുതുന്നുണ്ട്. അപ്പൊ ആ എക്സാംസ് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എക്സാംസ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടത്തെ മോഡൽ എക്സാംസ് എടുത്തു പറയണം, കാരണം അത് കറക്റ്റ് നമ്മൾ നീറ്റിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരും. അത് അവസാനമായപ്പോ കറക്റ്റ് നീറ്റ് പാറ്റേൺ ആയിരുന്നു. അവസാനത്തെ മോഡൽ എക്സാമിന്റെ അതേപോലെ ഞാൻ നീറ്റ് വന്നേ. ആ മോഡൽ എക്സാം അവസാനം എഴുതിയിരുന്നപ്പോൾ സിമ്പിൾ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര സിമ്പിൾ വരാൻ വഴിയില്ല, കാരണം ഇത്ര സിമ്പിൾ വന്നാൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ മീൻസ് റാങ്ക് ഒക്കെ ഭയങ്കര പ്രശ്നമാവെന്ന് വിചാരിച്ചു. പക്ഷെ നീറ്റ് അതേപോലെ തന്നെയായിരുന്നു. അതേപോലെ തന്നെ റാങ്കിൽ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട് ഈ വട്ടം. പക്ഷെ ഇവരുടെ എക്സാം പാറ്റേൺ അതേപോലെ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ടായി തോന്നിയില്ല. ഓക്കെ, പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അല്ലെ നീറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം. റീനീറ്റ് ആണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു മാനസികമായിട്ടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടെ? ആ സമയത്ത് റീനീറ്റ് വരല്ലേന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഇത്ര അധ്വാനിച്ച് കിട്ടിയ മാർക്ക് കയ്യിൽ നിന്ന് പോകുമ്പോ ഭയങ്കര വിഷമം ഉണ്ടാവല്ലോ. അതിനൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബ്രില്യന്റും പറഞ്ഞിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഒന്നും പേടിക്കണ്ട, ഒപ്പം ഉണ്ടാവും.
പാരന്റ്സും ഉണ്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അധികം ടെൻഷൻ ആയിട്ടിരുന്നിട്ടില്ല ഇങ്ങനെ. ഓക്കെ. അപ്പൊ ബ്രില്യന്റില് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ മോനെ? ബ്രില്യന്റിന്റെ അടിപൊളി ഈ എക്സാംസ് തന്നെ ആയിരിക്കും, മോഡൽ എക്സാംസ് ആയിരിക്കും. കാരണം കറക്റ്റ് പാറ്റേണിൽ അതിനകത്ത് നേരത്തെ പോർഷൻസ് തീർത്തിട്ട് ഒരു ഫെബ്രുവരി ആയപ്പോഴേക്കും മോഡൽ തുടങ്ങി. അപ്പൊ അത്യാവശ്യം സമയം നമുക്ക് എല്ലാം റിവൈസ് ചെയ്യാനും കിട്ടി. ആ നീറ്റ് പാറ്റേണിൽ കുറെ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കോൺഫിഡൻസ് കിട്ടും. അപ്പൊ പിന്നെ അത് വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നു. ഓക്കെ. പിന്നെ നമുക്ക് എന്തായാലും പഠിക്കാൻ സയൻസ് സബ്ജക്റ്റ് ആണ്, ബയോളജി ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു പഠിക്കാനായിട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. ഓൾറെഡി വീക്ക് കെമിസ്ട്രിയും ബയോളജി ഏകദേശം ഒരുപോലെ ആയിരുന്നു, പക്ഷെ ഫേവറേറ്റ് സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. അപ്പൊ ഫിസിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം കുറെ പ്രോബ്ലംസും ഒക്കെ വരുന്നത് ഫിസിക്സിലാണല്ലേ. അപ്പൊ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പ് ഒക്കെ കൊടുക്കാനുണ്ടോ? മെയിൻ പ്രശ്നം നമ്മുടെ മാത്സ് ആണ് ഫിസിക്സില്. അപ്പോ മാത്സ് നമുക്ക് ആവശ്യമില്ല എന്ന് വിചാരിച്ചു വരരുത്. നമുക്ക് അത്യാവശ്യം മാത്സ് വേണം. മാത്സിന്റെ ബേസ് സെറ്റായി പിന്നെ ഫിസിക്സിന്റെ തുടക്കത്തെ ബേസിക്സ് ഒക്കെ പഠിച്ചാൽ പിന്നെ മുന്നോട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ഫിസിക്സ് മനസ്സിലാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഫോർമുലാസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഡിറൈവ് ചെയ്യാനും പറ്റും, അഥവാ മറന്നു പോയാൽ തന്നെ. അതുകൊണ്ടാണ് എനിക്ക് ഫിസിക്സ് ഇത്ര ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളെ കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ റിയാക്ഷൻസും കുറെ നെയ്മിംഗ് റിയാക്ഷൻസും ഓർഗാനിക്കിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഈസി ആയിട്ട് പഠിക്കാനുള്ള എന്തെങ്കിലും ട്രിക്ക് വല്ലതും ഉണ്ടോ കയ്യില്? ഞാൻ അങ്ങനെ അധികം ട്രിക്ക്, ഞാൻ മെയിൻ ആയിട്ട് NCERT ഫോളോ ചെയ്യുന്ന NCERT മാത്രം പഠിക്കാന്നുള്ളതാണ്. ഇപ്പൊ കുറെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കുറെ നെയിം റിയാക്ഷൻ പഠിച്ചിട്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ NCERT മാത്രം പഠിക്കുക. അത് ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും. ബയോളജി മെയിൻ ആയിട്ട്, പിന്നെ കെമിസ്ട്രി പറയുകയാണെങ്കിൽ നെയിം റിയാക്ഷനുകൾ. ഔട്ട് ഓഫ് NCERT കുറെ നെയിം റിയാക്ഷനുകൾ ഉണ്ട്, അതൊന്നും നമ്മൾ പഠിക്കേണ്ടെന്നാണ് എന്റെ ഒരു ഇത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ NCERT നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. പിന്നെ ബയോളജി എങ്ങനെയുണ്ടായിരുന്നു പഠിക്കാനായിട്ട്? കുറെ തിയറി പോർഷൻസ് ആണ് അല്ലെ. അപ്പൊ ബയോളജി എങ്ങനെയായിരുന്നു പഠിച്ചതൊക്കെ? ബയോളജിയും NCERT വായിച്ചുകൊണ്ടിരിക്കുക. NCERT മാത്രം വായിക്കുക, NCERT കൂടുതൽ വായിക്കുക, വേറെ ഒന്നും വായിക്കും വേണ്ട, വേറെ ആവശ്യമില്ല. കാരണം NCERT ഫുള്ള് പഠിച്ചാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഫുൾ മാർക്ക് അടിക്കാവുന്ന സബ്ജക്റ്റുമാണ്. അപ്പൊ NCERT ലൈൻ ബൈ ലൈൻ നമ്മൾ തറവായിരിക്കണം. ഓക്കെ. പിന്നെ നമ്മളുടെ ബ്രില്യന്റില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫെസിലിറ്റി എന്താ? ഇഷ്ടപ്പെട്ട ഫെസിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ലൈബ്രറി ഉണ്ട് ഇവിടെ. നമുക്ക് കുറെ ബുക്കുകൾ ഉണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളപ്പോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇവിടെ വന്ന് ബുക്ക് എടുത്ത് കൊണ്ടുപോയി നമുക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് ചെയ്യാം. അതുപോലെ തന്നെ NCERTയുടെ എക്സാമ്പിൾസ് ഒക്കെ സൊല്യൂഷൻസ് NCERT ഇല്ല, അത് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അപ്പൊ NCERT പോയിന്റ് ഓഫ് വ്യൂലും ഇത് അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റിയാണ് ലൈബ്രറി. ഓക്കെ. പിന്നെ ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആരായിരുന്നു? ഫാക്കൽറ്റി എല്ലാവരും എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിരുന്നു. എല്ലാവരും വൃത്തിക്ക് പഠിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി തരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഫാക്കൽറ്റി ഒരുപോലെ ഇഷ്ടമായിരുന്നു. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മളുടെ മെന്റേഴ്സ് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്ലാസ് ടീച്ചറും അതുപോലെ ഹോസ്റ്റലിലെ മെന്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മോനെ? എന്റെ ക്ലാസ് ടീച്ചർ മെറി മിസ് ആയിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും മിസ്സിനോട് പറയാം, മിസ് അത് സുഖമായിട്ട് സോൾവ് ചെയ്ത് തരും. നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഹോസ്റ്റലിലായാലും എന്റെ 2 വാർഡന്മാരുണ്ടായിരുന്നു, ഒന്ന് അജിത് സാറ് പിന്നെ അലൻ സാറ്. ഇവർ രണ്ടുപേരും ഒരേപോലെ സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര പ്രഷറോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. മാർക്ക് പറഞ്ഞാൽ തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷറൊന്നും ചെയ്യില്ല. നമ്മുടെ കപ്പാസിറ്റിക്ക് നമ്മളെ പഠിക്കാൻ അതിനുള്ള സൗകര്യം എന്തായാലും അവര് ഒരുക്കി തരും. ഓക്കെ. എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ടൈം തന്നെയാണ് ഇത്. അപ്പൊ ഇനി നമ്മളുടെ 2025 എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഒരു സീനിയർ എന്ന നിലയ്ക്ക് എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ഇപ്പൊ അടുത്തവരെല്ലാം നീറ്റ് എഴുതുന്നവരോട് മെയിൻ ആയിട്ട് പറയാനുള്ളത് കൺസിസ്റ്റൻസി ആണ്. നമ്മള് ഒരിക്കലും കുറച്ച് ദിവസം പഠിക്കാണ്ടിരുന്നിട്ട് പിന്നെ കൂടുതൽ ഒരു ദിവസം തന്നെ കുറെ പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാ ദിവസം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. അപ്പൊ നമ്മൾ ഒരാഴ്ചയിൽ ആദ്യ ദിവസം 10 മണിക്കൂർ പഠിച്ചു, പിന്നെ 8 മണിക്കൂർ പഠിച്ചു, പിന്നെ കുറെ ദിവസം പഠിച്ചില്ലെങ്കിൽ കാര്യമില്ല. പകരം എല്ലാ ദിവസം ഒരു 4 മണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. കാരണം കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ലാഗ് വരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പിക്കപ്പ് ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് ലാഗ് വന്നു ഇനി ഓരോ വട്ടം ഇനി അത് അക്യുമുലേറ്റ് ചെയ്ത് അവസാനമാകുമ്പോൾ വലിയ ഇതാവും, അങ്ങനെ വരുത്താൻ നോക്കരുത്. നമ്മൾ മാക്സിമം ഒപ്പത്തിന് പോവുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോ നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ എബി ഇപ്പൊ നമ്മുടെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഭാവിയിൽ നല്ലൊരു ഡോക്ടറായിട്ട് മാറട്ടെ. അപ്പോ നമ്മുടെ ബ്രില്യന്റ് ഫാമിലിയുടെയും എല്ലാവരുടെയും വക
ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.